അപ്പം നമുക്കിന്ന് ഇവിടെ ബീഫ് ബിരിയാണി വെച്ചാലോ? നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ നമുക്ക് റൈസ് കുക്കറിൽ ഉണ്ടാക്കാം കേട്ടോ. റൈസ് കുക്കറിൽ ദമ്മിട്ടതാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നല്ല നന്നായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ ഇട്ടതാണ്. നമുക്കുണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിന് നമുക്കേ 1 കിലോ ബീഫ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. 1 കിലോ അരിയുണ്ട്, 1 കിലോ സവാളയും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഇത്. ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്. സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കട്ടെ നമുക്ക്. പിന്നെ അതിലേക്കുള്ള ചതവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വലിയ ജീരകം, ചെറിയുള്ളി, കുരുമുളക്, ഇതൊക്കെ പാടെ മിക്സിയുടെ ജാറിൽ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു പാകത്തിന് എടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയിട്ടേ, ഇത് ചുവന്ന കളറാണ് കേട്ടോ ഉള്ളി. എന്നിട്ട് നമുക്ക് കുറച്ച് കോരി വെക്കാം. അങ്ങനെ സവാളയൊക്കെ നന്നായി വഴന്ന് വരണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു. എന്നിട്ട് നമുക്ക് ഈ ഗ്രേവിയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ. സവാള വഴന്ന് വരുമ്പോൾ കുറച്ച് കോരി വെച്ചിട്ട് നമ്മൾ ചതച്ച ഗ്രേവി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ബീഫൊക്കെ ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രേവിയൊക്കെ ഇട്ട് നന്നായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്, വേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി, ഒരു 5 തക്കാളി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഈ തക്കാളിയും കൂടി നന്നായി വഴന്ന് വരട്ടെ. ബീഫ് ഞാൻ മഞ്ഞൾ, ഉപ്പ്, കുറച്ച് മസാല, ഗ്രേവി ആദ്യം അരച്ച ചതവൊക്കെ പാടെ ചേർത്തിട്ട് കുറച്ച് മല്ലിപ്പൊടി. ബീഫ് നന്നായി കുക്കറിൽ വേവിച്ചിട്ടുണ്ട് കേട്ടോ. 1 കിലോ ബീഫാണ്, 1 കിലോ അരിയാണ്, 1 കിലോ സവാള, ഒക്കെ ഒരേ കണക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ബീഫ് ബിരിയാണി ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ റൈസ് കുക്കറിൽ ദമ്മ് ചെയ്താൽ മതി കേട്ടോ. തിളപ്പിച്ച് ഊറ്റിയിട്ട് നമ്മൾ ദമ്മ് ചെയ്യൽ റൈസ് കുക്കർക്ക് ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു പാകത്തെ വേഗമായി ദമ്മ് ചെയ്യൽ കയ്യിൽ കഴിയും. റൈസ് കുക്കറിൽ ചൂട് കൊടുക്കാൻ ഇട്ട് കൊടുത്താലേ. അങ്ങനെ നമ്മളെ ബീഫൊക്കെ നന്നായി വെന്ത് അതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ടിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഈ ഗ്രേവി എന്താട്ടോ മസാല, ആ മസാല ഇട്ട് കൊടുക്കാം നമുക്ക്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഗരം മസാല, ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതവിട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നന്നായി കുക്കറിൽ വേവിച്ചെടുത്താട്ടത്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ സവാള വഴറ്റിക്ക് ഇട്ട് കൊടുക്കട്ടോ. ഗ്രേവി ഉണ്ടാക്കാനാണ്. ഇറച്ചിയൊക്കെ അത്യാവശ്യം വെന്തിക്കണു, 90%. 100% എന്ന് പറയുമ്പോൾ പുയോ വേഗം കഴിഞ്ഞ് കൊണ്ടോ. നമ്മൾ റൈസ് കുക്കറിലൊന്ന് ദമ്മ് ചെയ്തെടുക്കുക ചെയ്യുള്ളൂ. അരി തന്നെ അത്യാവശ്യം നല്ലോണം 90% വേണം കേട്ടോ. അങ്ങനെ ഗേസ് നമ്മുടെ മസാലയൊക്കെ പിടിച്ച് ഇറച്ചിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം, സവാളയ്ക്ക്. ഇനി ഒന്ന് വഴറ്റി വെക്കട്ടോ. ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ ചോറൊന്ന് തിളപ്പിച്ച് വിട്ടുക, അത്രേ ഉള്ളൂ പണി. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ?
കൂട്ടുകാരെ നമുക്ക് നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടോ, ചോറ് തിളപ്പിച്ച് വിട്ടാലേ അതിൽ കറുകപ്പട്ട, ചെറുനാരങ്ങൻ്റെ നീര്, പാകത്തിന് ഉപ്പ്, കുറച്ച് നെയ്യ് അതൊക്കെ ഒഴിച്ച് നന്നായി തിളച്ച് വരുമ്പോഴേ നമുക്ക് അരി കഴുകി വാർത്ത് വെച്ചുകൊണ്ട് അതേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 90% വേഗമായിട്ട് നമുക്ക് ദമ്മ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ദമ്മ് ചെയ്താലോ? വീഡിയോയിലേക്ക് പോകാം, ബാക്കി കാണാം. അങ്ങനെ ഗെയ്സ് നമ്മുടെ റൈസൊക്കെ നന്നായി വെന്ത് 90% വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഇറച്ചിയൊക്കെ റൈസ് കുക്കറിൻ്റെ കലത്തിലൊക്കെ പരത്തി വെച്ചില്ലേ, അതിൽ ഇട്ട് കൊടുക്കട്ടോ. 2-3 കൊട്ടക്കയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സവാള വഴറ്റിയതും മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കട്ടോ. എനിക്ക് അണ്ടിപ്പരിപ്പും ആണെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയ ചോറാണ്. അത് അണ്ടിപ്പരിപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അണ്ടിപ്പരിപ്പൊന്നും ഇട്ടില്ലെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. ആ അണ്ടിപ്പരിപ്പം മുന്തിരിയൊക്കെ ഇടുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയ ചോറാട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ്. ഇനി ഒരു പണിയില്ല, ഇത് ഇട്ടിട്ട് സവാളയും കുറച്ച് നെയ്യും മല്ലിച്ചപ്പും അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ദമ്മ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച ചെറിയ കുക്കർക്കാണ് ഇറക്കി വെച്ചാലേ ഒരു 10 മിനിറ്റ്, എത്രയും മിനിറ്റ് നിങ്ങൾ എപ്പോഴാണ് കഴിക്കേണ്ടത് വെച്ചാൽ അപ്പം തുറന്നാൽ മതി. നല്ല ചൂടോടുക്കനെ ബിരിയാണി കഴിക്കാം, നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കത് ദമ്മ് ചെയ്തെടുക്കട്ടോ. അങ്ങനെ ഗെയ്സ് നമ്മുടെ ബീഫ് ബിരിയാണിയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് അടിയിൽ ഇറച്ചിയുണ്ട് നന്നായി ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് നമുക്ക് അടിയിൽ നിന്ന് റൈസും എടുത്തിട്ട് മേലിൽ നിന്ന് റൈസും അടിയിൽ നിന്ന് ഗ്രേവി ഉണ്ട് അതെടുത്തിട്ട് നമുക്കൊന്ന് കൂടി ഇളക്കിയെടുക്കട്ടോ. ഞാനിപ്പോൾ ഒരു ചെമ്പട്ടിക്ക് മാറ്റിയിട്ട് ഒന്ന് ഇളക്കിയതാണ്. അപ്പം അങ്ങനെ കിട്ടി, നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. ഒക്കെ ഇളകിയപ്പോൾ ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ റൈസ് കുക്കറിൽ തന്നെ ഇട്ട് വെച്ചിട്ടോ. പിന്നെ രാത്രി ആവോളം ചൂടാറില്ല. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.